ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ്. ക്യാൻവ എല്ലാവർക്കും ഉപയോഗിക്കാൻ അറിയാം. ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ക്യാൻവ കമ്പ്യൂട്ടർ വഴിയാണെങ്കിൽ ഗൂഗിൾ ക്രോമിൽ canva.com ടൈപ്പ് ചെയ്യുക, അത് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് നമ്മുടെ ജിമെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്ത് കയറുക. മൊബൈൽ വഴി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ക്യാൻവ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലോ അതല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ ഉണ്ടാവും. അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് ജിമെയിൽ ഐ ഡി വെച്ച് നമ്മൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് ക്യാൻവ നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് കിട്ടുന്ന വിൻഡോ ഇതായിരിക്കും. ഈ വിൻഡോ ഇപ്പം ഞാനിപ്പോൾ ഒരു ഹാപ്പി ഓണം എന്ന് പറയുന്ന ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാണ്. ഓണം സംബന്ധിച്ച് ഒരു ഹാപ്പി ഓണം എന്ന് പറയുന്ന ഒരു പോസ്റ്ററാണ് ഡിസൈൻ ചെയ്യുന്നത്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതൊരു ഫസ്റ്റ് വിൻഡോ ആയിരിക്കും വരുന്നത്. അത് നമ്മൾ ക്രിയേറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്ലസ് ബട്ടൺ ഉണ്ടാവും, അത് പ്രസ് ചെയ്യുക. അന്നേരം നമ്മൾ ഫസ്റ്റ് ഓപ്പണായി വരുമ്പോൾ ഈ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പണായി വരുന്നത്. അതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് ടാബ്സ് ഉണ്ടാവും, ഒരുപാട് മെനൂസ് ഇങ്ങനെ കാണും. നമുക്കിപ്പോൾ കസ്റ്റം സൈസ് നമുക്കൊരു പോസ്റ്ററിൻ്റെ സൈസ് നമുക്കറിയാം എന്നുണ്ടെങ്കിൽ അത് കസ്റ്റം സൈസ് എടുക്കുക, എന്നിട്ട് വിഡ്ത്തും ഹൈറ്റും നമുക്ക് പറഞ്ഞു കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മൾ ആൾറെഡി നമുക്കൊരു പിക്ചേഴ്സ് നമുക്ക് ഡിസൈൻ ചെയ്യണം, നമുക്ക് ആൾറെഡി നമ്മളെ കയ്യിൽ നിലവിൽ ഉള്ള ഒരു പിക്ചർ ഉണ്ടെങ്കിൽ അത് ഡിസൈൻ ചെയ്യുക, അപ്ലോഡ് ചെയ്തിട്ട് കമ്പ്യൂട്ടർ മൊബൈൽ ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യുക. അതല്ലെങ്കിൽ അതല്ലെങ്കിൽ ക്യാൻവയ്ക്കകത്ത് തന്നെ നമുക്ക് ഒരുപാട് ഡിസൈൻസുകളൊക്കെ ഉണ്ടാവും. അതിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഒരുപാട് ഡിസൈനുകളും കാര്യങ്ങളും ഒരുപാടുണ്ടാവും, അത് കാണിച്ചു തരാം. അത് നമ്മൾ ഫസ്റ്റ് ഫോർ യു എന്ന് പറയുന്ന സെലക്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ പോസ്റ്റർ എന്ന് പറയുന്ന ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ പോസ്റ്റർ ഡിസൈൻ പോസ്റ്റർ എന്ന് പറയുന്ന നമുക്ക് കുറേ പേജ് ഓണായി വരും. അതാണ് പോസ്റ്റർ പോർട്രേറ്റ്, പോസ്റ്റർ 382 ഇങ്ങനെ വരുവാണ്. ഞാനിപ്പോൾ അത് പോസ്റ്റർ പോർട്രേറ്റ് 82 എന്ന് പറയുന്ന ഒരു പേജാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബ്ലാങ്ക് പേജ് ഓപ്പണായി വരും. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് മെനൂസ് ഇവിടെ കാണും. ഫസ്റ്റ് നമുക്ക് ആവശ്യമുണ്ട്, അതിപ്പം എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഇപ്പം മാറ്റണം. ഇപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള കളർ നമുക്ക് ആവശ്യമുണ്ട്, അത് സെലക്ട് ചെയ്യണം. അതിനകത്ത് ഫസ്റ്റ് ഞാൻ എലമെൻറ്റ്സിൽ പോവുകയാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ടാബ് ഉണ്ട്, എലമെൻറ്റ്സും. എലമെൻറ്റ്സ് ക്ലിക്ക് ആക്കിയിട്ട് ആൾറെഡി നമുക്കൊരു കാര്യമുണ്ട്, നമുക്ക് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ റൈറ്റ് ബട്ടൺ ബാക്ക്ഗ്രൗണ്ട് കളർ ഉണ്ടാകും. ഈ വൈറ്റ് നമുക്ക് ആവശ്യമുള്ള കളർ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. പിക്ചർ അല്ലെങ്കിൽ കളർ നമുക്ക് ആവശ്യമുള്ള കളർ, ഇവിടെ ആവശ്യമുള്ള കളർ ഏതാണോ നമുക്ക് ഇവിടുത്തെ വൈറ്റ് കളർ ഇവിടെ സെലക്ട് ആക്കുക. എന്നിട്ട് ആവശ്യമുള്ള കളർ ഏതാണോ അത് ചൂസ് ചെയ്ത് കൊടുക്കുക. അതവിടെ വേണ്ട ആവശ്യമുള്ള ഗ്രേഡിയൻ്റ് കളർ ഏതെങ്കിലുമൊക്കെ ഗ്രേഡിയൻ്റ് കളറൊക്കെ അതൊക്കെ ആവശ്യമുള്ള നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഞാൻ കളർ സെലക്ട് ആക്കുന്നത്. ഞാൻ വേറൊരു വൈറ്റ് എലമെൻസിൻ്റെ അകത്ത് ഞാനത് ഒരു ബാക്ക്ഗ്രൗണ്ട് പിക്ചേഴ്സ് ഉണ്ട്. അതായത് ക്യാൻവയ്ക്കകത്ത് ഡിഫോൾട്ടായിട്ട് കുറേ ബാക്ക്ഗ്രൗണ്ട് പിക്ചേഴ്സ് ഉണ്ട്. ഞാനത് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് എലമെൻറ്റ്സിൽ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാണ്. അപ്പോൾ ഒരുപാട് പിക്ചേഴ്സ് വന്നിട്ടുണ്ടാകും. അപ്പം ഇതിനകത്ത് ഈ ഇതൊക്കെ പ്രോ വെർഷൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഇതിനകത്ത് കിടക്കുമ്പോൾ പ്രോ വെർഷൻ, അത് പ്രോ വെർഷൻ ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ ഈ ഒരു പിക്ചേഴ്സ്, അതായത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഈ പ്രോ എന്ന് പറയുന്ന ഈ കിരീടം കാണിക്കുന്ന അത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അതല്ലാത്തവർക്ക് ഒരുപാടുണ്ട്. ഇതൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് നോർമൽ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫ്രീ വെർഷനാണ്. പ്രോ വെർഷൻ ആകുമ്പോൾ പെയ്ഡ് വെർഷനാണ്. ഇപ്പം ഞാൻ പ്രോ വെർഷനാണ് ഉപയോഗിക്കുന്നത്. ഞാൻ അതുകൊണ്ട് പ്രോ ആണ് നിങ്ങൾ കാണിച്ചു തരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രീ വെർഷൻ ഉപയോഗിക്കുക, ഒരുപാട് ആൾക്കാർ ഫ്രീ വെർഷൻ ഉപയോഗിക്കുന്നത്, അത് നോക്കുക ഏതാണെന്ന്. നമുക്കിപ്പോൾ അത് സിമ്പിൾ ഇല്ലാത്ത ഏതാണോ ആ ഒരു പിക്ചർ നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ ഈ ഒരു പിക്ചർ ഞാൻ സെലക്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാനത് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആയിട്ട് നമുക്ക് ഒന്ന് വലുതാക്കാം, അതല്ലെങ്കിൽ ഇതിൽ നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് വലുതാക്കി കൊടുക്കേണ്ട അതല്ലെങ്കിൽ സെറ്റ് ഇമേജ് ബാക്ക്ഗ്രൗണ്ട് എന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കളർ ഞാനത് സെലക്ട് ആക്കി. ഇനി നമുക്ക് ആവശ്യമുള്ള ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഇതിനകത്ത് എലമെൻറ്റ്സിനകത്ത് ഒരുപാട് ഹാപ്പി ഓണം നമുക്ക് ഒരുപാട് പിക്ചേഴ്സ് തന്നെ അവൈലബിൾ ആയിരിക്കും. അതിനെ നമുക്ക്
ടെക്സ്റ്റ് എടുത്ത് നമുക്ക് ആവശ്യമുള്ളത് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം ടെക്സ്റ്റ് ഉണ്ട് ഇവിടുത്തെ എലമെൻറ്റ്സിന് മുകളിൽ ഇവിടെ ഒരു ടെക്സ്റ്റ് മെനു ആണ്, എലമെൻറ്റ്സ് താഴെ ടെക്സ്റ്റ് മെനു ഉണ്ട്. അത് നമുക്ക് ഇപ്പോൾ ഹെഡിങ് ഉണ്ട് ആവശ്യമുള്ള ഹാപ്പി ഓണം, അത് ഓരോ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങളുടെ ഡിസൈൻ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഹാപ്പി ഓണം അത് ടൈപ്പ് ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് ലൊക്കേഷനൊക്കെ മാറ്റി ഇവിടെ കൊണ്ട് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ബോൾഡ് ഫോണ്ട് മാറ്റി കൊടുക്കുക. അതൊക്കെ നിങ്ങൾ നോക്കുക. ജസ്റ്റ് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. എന്നിട്ട് കളർ ചേഞ്ച് ചെയ്ത് ഇപ്പോൾ റെഡ് കളറാണ് നമുക്ക് റെഡ് കളർ ചെയ്ത് കൊടുക്കുക. കേട്ടോ സെലക്ട് ചെയ്ത് കൊടുത്ത് റെഡ് കളർ ഇത് സെലക്ട് ചെയ്ത് റെഡ് കളറായി ഫോണ്ട് കളർ മാറ്റി കൊടുക്കുക. കണ്ടോ എന്നിട്ട് ബോൾഡ് ആക്കണേ ബോൾഡ് ആക്കാം. അത് ബാക്കി നോർമൽ നമുക്ക് ചെയ്യുന്നതനുസരിച്ച് ഒരുപാട് എഫക്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് അടുത്ത ടൂൾസ് നമുക്ക് അടുത്ത ടെക്സ്റ്റ് എടുക്കുക. അടുത്ത ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അടുത്ത സബ് ഹെഡിൽ എടുക്കുക. എന്നിട്ട് നമ്മൾ ഹാപ്പി ഓണം ടൈപ്പ് കൊടുക്കുക. ഈ ആവശ്യമുള്ള എന്താണോ നമുക്കത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാനിത് ടൈപ്പ് ചെയ്യുന്നില്ല, ഞാൻ അതിനകത്തും ഡിലീറ്റ് ചെയ്തു. ഞാൻ അതിൻ്റെ എലമെൻറ്റ്സിൽ പോയിട്ട് തന്നെ ഞാൻ ഹാപ്പി ഓണം എന്ന് പറയുന്ന ടൈപ്പ് സെർച്ച് ചെയ്യാണ്. ഹാപ്പി ഓണം എന്ന് ഞാൻ സെർച്ച് ചെയ്യാണ്. ഹാപ്പി ഓണം എന്ന് ഞാൻ സെർച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ അന്നേരം ഹാപ്പി ഓണം സെർച്ച് ചെയ്തപ്പോൾ കണ്ട ഒരുപാട് പിക്ചേഴ്സ് ഇവിടെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഇവിടെ വീണ്ടും വന്ന്. വീണ്ടും ഞാൻ പറയുന്നുണ്ട് സ്റ്റാർ പ്രോ ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ ഇത് പറ്റത്തുള്ളൂ. ഫ്രീ അല്ലെങ്കിൽ നിങ്ങളത് ഫ്രീ വെർഷൻ ഏതാണോ അത് നോക്കി നിങ്ങൾ സെലക്ട് ചെയ്തു. അതല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ പോയി നിങ്ങൾ സെർച്ച് ചെയ്ത് ഇമേജ് സെർച്ച് ചെയ്തിട്ടൊക്കെ ഇവിടെ കൊണ്ടുവരിക. അത് കൊണ്ടുവന്ന് ഇവിടെ അപ്ലോഡ് ചെയ്യുക. ഇവിടെ ഓപ്ഷൻ കാണും, അപ്ലോഡ് ഓപ്ഷൻ കാണും. നേരത്തെ പറഞ്ഞ പോലെ താഴെ ഇവിടെ ഡിസൈൻ എടുക്കുമ്പോൾ താഴെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ കാണും. കണ്ടാ അല്ല അപ്ലോഡ് അവിടെ അപ്ലോഡ് കാണിക്കുന്നുണ്ട്. അപ്ലോഡ് അതിൽ കമ്പ്യൂട്ടർ നമ്മൾ ഗൂഗിളിലൊക്കെ പോയി നമ്മൾ ഡൗൺലോഡ് ചെയ്ത സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ സെർച്ച് ചെയ്യാം. അതിൽ ഇവിടെ കൊണ്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുവരാം. ഇവിടെ ആവശ്യം അനുസരിച്ച് ഇവിടെ കൊണ്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇപ്പോൾ എലമെൻറ്റ്സ് തന്നെ സെലക്ട് ചെയ്ത് ഹാപ്പി ഓണം സെലക്ട് ചെയ്ത് ഞാൻ അത് ഹാപ്പി ഓണത്തിൻ്റെ അകത്ത് ഞാൻ ഒരു പിക്ചർ ഞാൻ സെലക്ട് ചെയ്യാണ്. ഹാപ്പി ഓണം ഈ ഒരു പിക്ചർ ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ ഇതിപ്പോൾ ഞാൻ ഓൺ സെലക്ട് ചെയ്തപ്പം ഒരു കാര്യം ആലോചിക്കുക, ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വൈറ്റ് ആണ്. ഇപ്പം എനിക്കിപ്പോൾ ഞാൻ പ്രോ ഉപയോഗിക്കുന്നവർക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് പ്രശ്നം വരത്തില്ല. ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ പ്രോ ഉപയോഗിക്കുന്നവർക്ക് ഇവിടെ ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അല്ലാത്തവർക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഔട്ടുള്ള ഒരു വീഡിയോ കണ്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ആ വീഡിയോ കണ്ട അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഓക്കെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ പറ്റും, അറിയാൻ പറ്റും. ഓക്കെ എന്നിട്ട് ആ വീഡിയോ കണ്ടിട്ട് അതേ പറയുന്നത് പോലെ നിങ്ങൾ പിക്ചർ അതിൽ കൊണ്ടുവന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് സേവ് ചെയ്തിട്ട് എന്നിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൊണ്ട് സെലക്ട് ചെയ്താൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്ത പിക്ചർ ആയിരിക്കും വരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ എനിക്ക് പ്രോ ഉപയോഗിക്കുന്നവർക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ക്ലിക്ക് ആക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി. ഓക്കെ എന്നിട്ട് നമുക്ക് സൈസ് ഹാപ്പി ഓണം എന്നിട്ട് നമ്മളിവിടെ സെലക്ട് ചെയ്ത് വെച്ച് കൊടുത്തു. ഇനി എനിക്ക് ഒരു പിക്ചർ വീണ്ടും വേണം. ആവശ്യമുള്ള പിക്ചർ സെലക്ട് ചെയ്യുക. അപ്പോൾ എനിക്കിപ്പോൾ ഒരു വേണ്ട പിക്ചർ ഞാൻ ഇവിടെ കൊണ്ടുവന്നു, വീണ്ടും സെലക്ട് ചെയ്തു. ഓക്കെ ഇനി ഞാൻ വേറെ ഒരു ഇഷ്ടമുള്ള ഒരു സ്റ്റിക്കർ കൂടെ കൊണ്ടുവന്നു. ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് പ്രോ വെർഷൻ ആയതുകൊണ്ടാണ് ഇത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ ഇമേജ് ഉള്ള ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആ പിക്ചർ അതിൽ പോയി ഉപയോഗിച്ച് അതിൽ പോയി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമുക്ക് ഇവിടെ കൊണ്ട് നമുക്ക് അപ്ലോഡ് ചെയ്യുക. ഓക്കെ അപ്പം ഞാൻ രണ്ട് വേണം എന്നിട്ട് ഇനിയൊരു വീഡിയോയും കൂടെ ഇനിയൊരു പിക്ചറും കൂടെ ഞാൻ നോക്കട്ടെ. ഇഷ്ടമുള്ള ആവശ്യമുള്ള ഓക്കെ
ഇങ്ങനെയാണ് നമുക്ക് ഒരു വെരി സിമ്പിളായിട്ട് ഒരു പോസ്റ്റർ ഞാൻ ഡിസൈൻ ചെയ്തു. ഹാപ്പി ഓണം എന്ന് പറയുന്ന ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്ത് ഇഷ്ടംപോലെ പിക്ചേഴ്സ്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓരോരുത്തർക്ക് അവരുടേതായ സ്വന്തമായിട്ടുള്ള ഐഡിയ ചെയ്യുക. ഇതിപ്പോൾ എൻ്റെ ഒരു ഐഡിയ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. ഓക്കെ, അതിൽ നമ്മൾ പേര് ചേർക്കണമെങ്കിൽ നമുക്ക് ഇപ്പം ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പേര് ചേർക്കാം. ടെസ്റ്റ് ചെയ്യപ്പം നമ്മളെ പേര് എന്താ, അല്ലെങ്കിൽ നമ്മളെ കമ്പനിയുടെ ലോഗോ അല്ലെങ്കിൽ നമ്മളെ കമ്പനിയുടെ പേര് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മളെ കമ്പനിയുടെ ലോഗോ ഉണ്ടെങ്കിൽ കമ്പനിയുടെ ലോഗോ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു ലോഗോ ഇവിടെ കിടക്കുന്നുണ്ട്. ആ ലോഗോ ഞാനത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട ഞാൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള ഇമേജാണ്. ഇപ്പം ഈ ഒരു ഇമേജ് എനിക്ക് ഞാൻ പറഞ്ഞ വീഡിയോ ഉപയോഗിച്ചിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നിടാം. അത് നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ നല്ലപോലെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടു നോക്കുമ്പോൾ നല്ലപോലെ മനസ്സിലാവും. ഇതിപ്പോൾ എനിക്കിപ്പോൾ പ്രൊഫഷൻ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ആവശ്യം വന്നില്ല. ഡയറക്റ്റ് തന്നെ എനിക്ക് വീഡിയോ ഈ പിക്ചർ ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ ഓപ്ഷൻ എനിക്കുണ്ട്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ഉണ്ടാ. ഓക്കെ ഉണ്ടാ. ഓക്കെ, എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു പേര് വെച്ചിട്ട് ഞാനൊരു പോസ്റ്റർ അങ്ങ് ഡിസൈൻ ചെയ്തു. ഹാപ്പി ഓണം എന്ന് പറയുന്ന ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്തു. അങ്ങനെ ഓരോരുത്തരുടെ ഐഡിയ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് അനുസരിച്ച് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമുക്കൊരു പോസ്റ്റർ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കണം. ഇനി നമുക്ക് വേറെ ഒന്നുമില്ല. പ്രിൻ്റ് ഔട്ട് എടുക്കണമെങ്കിൽ ഷെയർ ബട്ടൺ കൊടുക്കുക. ഇവിടെ ഷെയർ ബട്ടൺ കൊടുത്തിട്ട് ഡൗൺലോഡ് എടുക്കുക. ഡൗൺലോഡ് എടുക്കുമ്പോൾ ഇത് കണ്ട ഇപ്പം നമുക്ക് സൈസ് കൂട്ടാനും കുറയ്ക്കാനും, ഇത് പ്രോ വെർഷൻ ആയതുകൊണ്ട് ഒരുപാട് ഇമേജിൻ്റെ സൈസ് കൂട്ടാനൊക്കെ പറ്റും. ഇതിപ്പോൾ പ്രോ വെർഷൻ ആയതുകൊണ്ടാണ് എല്ലാവർക്കും ഒറ്റ ഓപ്ഷൻ മാത്രമേ കാണത്തുള്ളൂ. PNG ആയിട്ടാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഒരുപാട് PDF-ഉം JPEG ഒക്കെ ഉണ്ട്. ഇത് PNG ആയിട്ടാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. ഓക്കെ, അത് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഡൗൺലോഡ് ചെയ്തിട്ട് ഇനി നമുക്ക് ആവശ്യമുള്ളവർക്ക് അയച്ചു കൊടുക്കുകയോ ഇനി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ഡിസൈൻ ചെയ്തതാണ്. നല്ല ക്ലാരിറ്റി വന്നു. നല്ല അടിപൊളി ക്ലാരിറ്റിയിൽ ഈസി ആയിട്ട് നമുക്ക് വന്നു. ഇതിനെ നമുക്ക് ആൾക്കാർക്ക് അയച്ചു കൊടുക്കാം. ഓക്കെ, ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വല്ല ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി അമർത്തുക. ഇതിൻ്റെ ഈ ഒരു പോസ്റ്റർ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഈ ഡിസൈൻ്റെ ഒരു ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കാം. ആ ലിങ്ക് കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ക്യാൻവയിൽ ഓപ്പൺ ആയി കിട്ടും. അതിൽ നിങ്ങൾ ആവശ്യമുള്ള ചേഞ്ചസ് ഒക്കെ വരുത്താൻ പറ്റും. ഇത് ഡിലീറ്റ് ചെയ്തിട്ട് അവിടെ വേറെ പിക്ചറും കാര്യങ്ങളും അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ കൊടുത്തിരിക്കാം. അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന ലിങ്ക് കൊടുത്തിരിക്കാം. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി അമർത്തുക, പിന്നെ കമൻറ്റ് കൂടി ഉൾപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.